ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഭക്തവത്സലനായ ഭഗവാനാണ് ശ്രീ ഗുരുവായൂരപ്പൻ. തൻ്റെ ഭക്തൻ്റെ നിസ്വാർത്ഥമായ മനോഭാവത്തിലൂടെ തനിക്ക് സമർപ്പിക്കുന്ന എന്തും വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന പൊന്നുണ്ണി കണ്ണനാണ് ഭഗവാൻ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഭഗവാന്റെ കാരുണ്യമാണ്. ഭഗവാൻ കനിഞ്ഞു നൽകിയതാണ് ഇതെല്ലാം നമുക്ക്. നമ്മുടെ ഈ ജന്മം പോലും ഭഗവാന്റെ കാരുണ്യമാണ്. എങ്കിൽ പോലും ഭഗവാന് സമർപ്പിക്കുമ്പോൾ സ്വീകരിക്കാത്ത ഒന്നാണ് സ്ത്രീകളുടെ കെട്ടുതാലി. ഭർത്താവുള്ളപ്പോൾ ഭാര്യയുടെ ഏറ്റവും വലിയ സ്വത്താണ് അവളുടെ കഴുത്തിലുള്ള ആ മംഗല്യസൂത്രം. ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും നമ്മളത് കൊടുക്കരുത്, അല്ലെങ്കിൽ നൽകരുത് എന്നാണ്, താലി നൽകരുത് എന്നാണ് ഭഗവാൻ തന്നെ തെളിയിച്ചു തരുന്നത്. അത്തരത്തിലുള്ള ഒരു അനുഭവ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഭഗവാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരികയും നമുക്ക് അനുഭവത്തിലൂടെ കാണിച്ചു തരികയും ചെയ്യുന്നതാണ്. പക്ഷേ നമ്മളതൊന്നും ചില സമയങ്ങളിൽ നമ്മൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയും നമ്മളത് മനസ്സിലാക്കാത്തവരെ പോലെ പെരുമാറുകയും ചെയ്യുന്നതാണ് വളരെ കഷ്ടം. അപ്പം അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഓരോരോ അനുഭവ കഥകളും നമ്മൾക്കും ഇതിൽ ചിലതെങ്കിലും അനുഭവപ്പെട്ടിട്ടുള്ളതായിരിക്കാം. അപ്പോൾ കഥയിലേക്ക് കടക്കുകയാണ്. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ആത്മാർത്ഥമായി വിളിച്ചാൽ ഗുരുവായൂരപ്പൻ കേൾക്കും എന്നുള്ളതിനെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ ഒരു സംഭവകഥ. ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്താണ് ഈ അനുഭവ കഥയിലെ ആ അമ്മ താമസിച്ചിരുന്നത്. അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ വളരെ പ്രായമായിട്ടൊക്കെ ഉണ്ട്. അമ്മ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. അമ്മയ്ക്ക് മകനൊക്കെ ഉണ്ട്. മകൻ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്താണ് താമസം. അമ്മയ്ക്കാണെങ്കിലോ എന്തിനും ഏതിനും ആശ്രയമായിട്ടുണ്ടായിരുന്നത് ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പനാണ്. എന്ത് കാര്യം, വിഷമങ്ങളായിക്കോട്ടെ സങ്കടങ്ങളായിക്കോട്ടെ, എന്ത് കാര്യവും അമ്മ ഷെയർ ചെയ്തിരുന്നത് ഭഗവാനോടാണ്. പരാതിയാവും, ചിലപ്പോൾ പരിഭവങ്ങളാവും, അല്ലെങ്കിൽ സ്നേഹ സംഭാഷണങ്ങളൊക്കെ ആവും. പക്ഷേ അമ്മ കൂടുതൽ അടുത്തിരുന്നത് ഭഗവാനുമായിട്ടായിരുന്നു. എത്ര വയ്യെങ്കിലും അമ്മ ഗുരുവായൂരിൽ വന്ന് കുളിച്ച് തൊഴുത് ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷമേ വീട്ടിലേക്ക് തിരിച്ചു പോവുള്ളൂ. അങ്ങനെയാണ് ആ ഒരു പതിവ്. അത് വയ്യാതെ ആവുന്ന വരെ തന്നെ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അമ്മയുടെ ഭർത്താവാണെങ്കിൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് പിതൃ തർപ്പണത്തിനൊക്കെ പോയി. പിന്നീടാണെങ്കിൽ അദ്ദേഹം മടങ്ങി വരികയും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നുണ്ടോയെന്നും അതുപോലെ തന്നെ ആളിപ്പോൾ മരിച്ചു പോയോ എന്നൊന്നും അമ്മയ്ക്ക് അറിയും ഇല്ല. കാരണം അമ്മ അന്വേഷിക്കാനും പോയിട്ടില്ല. എന്തുകൊണ്ടാണ്? അമ്മേനെയും അമ്മയുടെ മകനെയും ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചു പോയ ആളെ പിന്നെ എന്തിനാണ് ഞാൻ അന്വേഷിച്ച് നടക്കുന്നത് എന്ന ഒരു ചിന്താഗതിയായിരുന്നു അന്നത്തെ കാലത്ത് അമ്മയ്ക്കുണ്ടായിരുന്നത്. പിന്നെ അമ്മയാണെങ്കിൽ ഭഗവാനുമായി അത്ര ചേർന്ന് ഇടപഴകുന്ന ഒരു പ്രകൃതക്കാരി ആയതുകൊണ്ട് തന്നെ അമ്മ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് ചിന്തിക്കാനും തുടങ്ങിയിരുന്നു. മകനാണെങ്കിലും താൻ ഒറ്റയ്ക്ക്, അച്ഛൻ പോലും ഇല്ലാതെ അറ്റുനോറ്റ് വളർത്തിയിട്ടുള്ള മകനാണെങ്കിൽ അവരുടെ സുഖ സൗകര്യങ്ങൾ തേടി അവർ കുടുംബമായി പുറത്തും പോയി താമസിക്കുകയാണ്. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് വേറൊന്നും അമ്മ ചിന്തിക്കുന്നില്ല. അമ്മ ഭഗവാനെ മാത്രം ചിന്തിച്ചുകൊണ്ടാണ് അമ്മയുടെ ഓരോ ദിവസവും തള്ളി നീക്കി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭഗവാനോട് പറയുമ്പോൾ അമ്മയ്ക്ക് നല്ല ആശ്വാസവും ലഭിക്കും. എവിടെ നിന്നില്ല കിട്ടാത്തൊരാശ്വാസം അമ്മയ്ക്ക് ഭഗവാനോട് തൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് ലഭിക്കാറുമുണ്ട്. അമ്മയാണെങ്കിൽ വലിയ കഴിവുള്ള അല്ലെങ്കിൽ സമ്പത്തിനുടമയൊന്നുമല്ല. വളരെ കഷ്ടിച്ച് ജീവിച്ചു പോരാവുന്ന ഒരു രീതിയിൽ തന്നെയാണ് അമ്മയുടെ ജീവിത രീതിയും ഉള്ളത്. വീടും ചെറിയൊരു പുരയിടമാണ്. അതൊക്കെ അന്നത്തെ മേലാളന്മാരുടെ കൈവശമാണ് ആ ഭൂമി ഉണ്ടായിരുന്നത്. അപ്പോൾ തൻ്റെ കയ്യിൽ സ്വന്തം എന്ന് പറയാനായിട്ട് ആകെ ഉണ്ടായിരുന്നത് അമ്മയുടെ കഴുത്തിൽ കിടന്നിരുന്ന ആ ഒരു താലിമാലയായിരുന്നു. ഒരു ചെറിയൊരു പണത്തൂക്കം പോലും അത്ര, അല്ലെങ്കിൽ പണത്തൂക്കത്തിൻ്റെ അത്ര ഭാരം വരുന്ന ഒരു ചെറിയൊരു മാലയും അതിൻ്റെ മുകളിലൊരു താലിയും മാത്രമാണ് അമ്മയുടെ സമ്പാദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്കിലും കുറച്ച് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിലും അമ്മ വളരെ സന്തോഷവതിയായിരുന്നു.
ദിവസവും ഭഗവാന്റെ അടുത്ത് വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് മടങ്ങും. അന്നത്തെ ദിവസങ്ങളും അന്നത്തെ ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ് അമ്മ രാത്രിയായി കിടന്നുറങ്ങും. പിറ്റേ ദിവസം വീണ്ടും രാവിലെ ഭഗവാനെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചു പോവും. അതായിരുന്നു അമ്മയുടെ ഒരു ജീവിത രീതി വർഷങ്ങളായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അമ്മയ്ക്ക് പെട്ടെന്ന് നടക്കാൻ തന്നെ ബുദ്ധിമുട്ട്. അതായത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് അമ്മയുടെ വീട്. എങ്കിൽ പോലും അമ്പലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന തരത്തിലുള്ളൊരു കാലുവേദന, ഭയങ്കര എന്താ പറയുക, കാലുവേദന അമ്മയ്ക്ക് വരികയുണ്ടായി. അപ്പോൾ ദിവസവും അമ്പലക്കുളത്തിൽ വന്ന് കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് ഈറനോടെ തൊഴുത് പ്രാർത്ഥിച്ച് നിന്നിരുന്ന അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൽ പരം വിഷമം വേറെ ഒന്നുമില്ല അമ്മയ്ക്ക്. അമ്മയ്ക്ക് അത്രത്തോളം തൻ്റെ ജീവൻ പ്രാണൻ പോണ ഒരു വേദന പോലെയാണ് അമ്മയ്ക്ക് ആ ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സമയത്ത് ഉണ്ടാവണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര വയ്യെങ്കിലും ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ കുറേയൊക്കെ പരിശ്രമിച്ചു വരും. പിന്നെ വയ്യാതെ ആകുമ്പോൾ പിന്നെ വരവ് മെല്ലെ മെല്ലെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ അമ്മയ്ക്ക് തന്നെ മനസ്സിലിങ്ങനെ തോന്നി തുടങ്ങി, ഭഗവാനെ ഞാൻ ഭഗവാന്റെ അടുത്ത് നിന്നൊക്കെ ഇങ്ങനെ വിട്ടു പോവുകയാണോ, എനിക്കിങ്ങനെ അമ്പലത്തിൽ വരാതെ ഭഗവാനെ കാണാതെ എനിക്കൊരു ദിവസം പോലും കഴിച്ച് കൂട്ടാൻ പറ്റുന്നില്ല. ഭഗവാനാണെങ്കിൽ കണ്ണടച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ രൂപമാണ്. ഭഗവാൻ ഉറക്കത്തിൽ വന്ന് എൻ്റെ അടുത്ത് കളിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭഗവാനെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നാളെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഭഗവാനെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ഭഗവാനോട് പറയാനുണ്ട് എന്നൊക്കെ വിചാരിച്ച് അമ്മ അങ്ങനെ രാത്രി കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ വയ്യെങ്കിലും നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും കഷ്ടിമുഷ്ടി നടന്ന് ഭഗവാന്റെ തിരുസന്നിധിയിലെത്തി. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് വന്നെന്ന് അമ്മ കരഞ്ഞ് അത്രയും സങ്കടത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ, എന്നും ഞാൻ നിൻ്റെ അടുത്ത് വന്നിരുന്ന ഒരു ആളായിരുന്നു, ചെറിയൊരു ഭക്തിയായിരുന്നു ഞാൻ. ഇപ്പം എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ, എനിക്ക് അത്രയും കാലിൻ്റെ ദീനം കൊണ്ട് എനിക്ക് ഇവിടെ വരാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് എത്തണത്. ഇതിങ്ങനെ നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭഗവാനെ വന്ന് കാണാനുള്ള സാഹചര്യം ഇല്ലാതെയാവും. ഇനി ഭഗവാനോട് ഞാനൊന്നും ആവശ്യപ്പെടാറില്ല. ഞാൻ ഭഗവാനെ കണ്ട് എൻ്റെ വിഷമങ്ങളൊക്കെ ഭഗവാനോട് പറയാമെന്നല്ലാതെ ഞാനൊന്നും ആവശ്യപ്പെടാറില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം ആവശ്യപ്പെടുകയാണ്, ഭഗവാനെ, എൻ്റെ കാലിൻ്റെ വേദന ഒന്ന് മാറ്റിത്തരണേ ഭഗവാനെ. എനിക്ക് വേറെ ഒന്നിനുമല്ല, ഭഗവാനെ എന്നും ഇവിടെ വന്ന് കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചു പോകാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു അപേക്ഷ ഭഗവാനോട് പറയണത്. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ 21 ദിവസത്തെ ഭജനം ഇരുന്നിട്ട് ഭഗവാന്റെ എൻ്റെ കയ്യിൽ ആകെയുള്ള സമ്പാദ്യമായിട്ടുള്ള എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ ഒരു മാലയും താലിയുമാണ്. അത് ഭഗവാന് ഞാൻ സമർപ്പിച്ചോളാം. എൻ്റെ കാലിൻ്റെ ദീനം ഒന്ന് മാറ്റി തരണേ ഭഗവാനെ, എൻ്റെ കാലുവേദന ഒന്ന് മാറ്റി തന്നാൽ മാത്രം മതി ഈശ്വര, ഗുരുവായൂരപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ നിറ കണ്ണുകളോടെ തന്നെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം അമ്മ ഭജനമിരിക്കാനായിട്ട് തുടങ്ങി. 21 ദിവസത്തെ ഭജനം പൂർത്തിയാകേണ്ട ദിവസം തന്നെ അമ്മയ്ക്ക് ചെറിയ രീതിയിൽ 21 ദിവസം ആവുന്നതിന് മുൻപ് തന്നെ അമ്മയ്ക്ക് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. ഒരടി പോലും നടക്കാൻ പറ്റാതിരുന്ന അമ്മയ്ക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള വേദനകൾക്കൊക്കെ കുറവ് വരുത്തുന്നതായിട്ട് തോന്നി. അപ്പോൾ അതിൽ പരം സന്തോഷം അമ്മയ്ക്ക് വേറെ ഒന്നുമില്ല. അമ്മയ്ക്ക് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട് ഭഗവാനുടെ ആ ഒരു കാരുണ്യം, അല്ലെങ്കിൽ ഭഗവാന് തന്നോടുള്ള ആ ഒരു കരുതൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അമ്മയ്ക്ക് ചെറിയ രീതിയിൽ അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. അമ്മയ്ക്കാണെങ്കിൽ കണ്ണനോടുള്ള ഇഷ്ടം കൂടുകയും സ്നേഹം കൂടുകയും അതുപോലെ തന്നെ വാത്സല്യവും ഭക്തിയൊക്കെ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് വർദ്ധിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ 21 ദിവസം വന്ന് എത്തി. 21ാമത്തെ ദിവസം അമ്മ ഭഗവാന് മുന്നിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഉടമ്പടി, അതായത് ഭഗവാന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന വഴിപാട് എന്തായാലും ഞാൻ ചെയ്ത് തീർക്കട്ടെ എന്ന് കരുതി ശ്രീകോവിലിൻ്റെ മുന്നിൽ വന്ന് നിന്ന് ആ തൃപ്പടിയിൽ, ഭഗവാന്റെ തൃപ്പടിയിൽ ആ മാല ഊരി വെക്കുകയാണ്. ഭഗവാനെ, ഇതാണ് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്ന എൻ്റെ ഈ വേദന മാറ്റി തന്നതിന് ഞാൻ അങ്ങേക്ക് എൻ്റെ കയ്യിൽ ഇത്രയും ചെറിയൊരു സാധനമേ തരാനുള്ളൂ, ഇതാണ് ഞാൻ ഭഗവാന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഭഗവാന്റെ മുന്നിൽ ഇതാ സമർപ്പിച്ച് കഴിഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. അമ്മയ്ക്ക് അതിൽ പരം സന്തോഷവും ആനന്ദവും എന്താ അമ്മയ്ക്ക് പറയാൻ തന്നെ വാക്കുകൾ കിട്ടുന്നില്ല. എന്താണ് അതിൽ നിന്നുണ്ടാവണ കിട്ടുന്ന ഒരു അനുഭൂതി എന്ന്, നടക്കാൻ തീരെ പറ്റാതിരുന്നതിന് അമ്മയ്ക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് നടന്ന് വരാൻ സാധിക്കുന്നു. ഇതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല അമ്മയ്ക്ക്. രാത്രി ഉറങ്ങാൻ കിടന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭഗവാനെ അമ്മയുടെ കഴുത്തിൽ അമ്മ തലേ ദിവസം ഭഗവാനെ, അല്ലെങ്കിൽ അന്നത്തെ ദിവസം അന്ന് രാവിലെ ഭഗവാനെ കൊണ്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന താലിമാല അമ്മയുടെ കഴുത്തിൽ തന്നെ കിടക്കുകയാണ്. ഭഗവാന് കൊടുത്തതാണ്, അത് അമ്മയുടെ കഴുത്തിൽ തന്നെ കിടക്കുക. അപ്പോൾ അമ്മയ്ക്കൊരു സംശയം, ഭഗവാന് ഞാൻ ഇന്നലെ വഴിപാട് ഞാൻ അവിടെ സമർപ്പിച്ചതാണല്ലോ, ഇനി അതെനിക്ക് സ്വപ്നം തോന്നിയതാണാവോ ഞാൻ ഭഗവാനെ അവിടെ സമർപ്പിച്ചു എന്നുള്ളത്. എന്തായാലും വേണ്ടിയില്ല, ഇന്ന് ഞാൻ രാവിലെ കുളിച്ച് തൊഴാൻ
തൊഴുത് കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ വീണ്ടും അത് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് അമ്മ അന്ന് രാവിലെ അമ്പലത്തിൽ പോയി ഭഗവാന്റെ തൃപ്പടിയിൽ വെച്ചു. പക്ഷേ തലേ ദിവസം മാല വെച്ചതും പിറ്റേ ദിവസം മാല വെച്ചതും മേൽശാന്തി കാണാനിടയായി. അപ്പോൾ മേൽശാന്തിക്ക് തന്നെ സംശയം, ഇതെന്താ ഇപ്പോൾ 2 ദിവസം മാല കൊടുന്ന് തൃപ്പടിയിൽ ഭഗവാനെ സമർപ്പിക്കണത് എന്താണെന്നുള്ളത് മേൽശാന്തിക്കും മനസ്സിലൊരു ശങ്ക തോന്നി. പക്ഷേ വീണ്ടും പിറ്റേ ദിവസം അന്ന് രാത്രി അമ്മ ഉറങ്ങാൻ കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഇത് തന്നെ അനുഭവം. ഈ അമ്മയുടെ കഴുത്തിൽ തന്നെ കിടക്കുന്ന അമ്മ അവിടെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന താലിയോട് കൂടിയിട്ടുള്ള മാല അമ്മയുടെ കഴുത്തിൽ തന്നെ കിടക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇത് കണ്ണൻ്റെ ലീലാവിലാസാണ്. ഭഗവാൻ ഒരു സ്ത്രീകളുടെയും താലി ഭഗവാൻ ആവശ്യപ്പെടുന്നില്ല. ഭഗവാന് ആ താലി വേണ്ട. ഭഗവാന് വേണ്ടത് എന്താണ്? നമ്മുടെ നിഷ്കാമമായിട്ടുള്ള ഭക്തിയാണ് ഭഗവാന് വേണ്ടത്. നമ്മൾ എത്രത്തോളം കണ്ണനെ ജപിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം മനസ്സുരുക്കി നമ്മൾ ഭഗവാനെ വിളിക്കുന്നു, അത്രമാത്രമേ ഭഗവാന് വേണ്ട. അല്ലാതെ കുറേ വഴിപാടുകളോ ഭക്തിയോട് കൂടി അല്ലെങ്കിൽ ലാഭേച്ഛയില്ലാതെ ഭഗവാനെ വിളിക്കുന്ന ഒരു വരി നാമം മാത്രം മതി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത്ര മാത്രം മതി ഭഗവാന്. അതല്ലെങ്കിൽ വെറും നാരായണായ നമഃ ചൊല്ലിയാലും ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, കണ്ണൻ പോലും നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? പണമോ പ്രശസ്തിയോ പദവിയോ ഒന്നുമല്ല ഭഗവാന് വേണ്ടത്. ഭഗവാന്റെ നാമം ഉച്ചരിച്ച് ഭഗവാനെ സദാസമയം നമ്മൾ മനസ്സിൽ ധ്യാനിക്കുന്ന ഏതൊരു വ്യക്തിക്കും കഷ്ടതകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നെല്ലാം ഭഗവാൻ മോചിപ്പിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. പെട്ടെന്ന് ചിലപ്പോൾ അത് നടന്ന് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഗ്രാജുവലി നമുക്കത് ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളത് ഭഗവാനെ തോന്നുമ്പോൾ ഭക്തവത്സലനായിട്ടുള്ള ഭഗവാനെ നമ്മളെ കാണാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണ ലീല എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ഭഗവാന്റെ ഈ കഥകളും ഭഗവാന്റെ ഈ അനുഭവ കഥകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ കടാക്ഷം നല്ല രീതിയിൽ ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും ഈ ഒരു ചെറിയ കഥ ഇഷ്ടപ്പെട്ടു കാണുമെന്നും കരുതുന്നു. ഹരി ഓം.